കരാട്ടെ, കുങ്ഫു, ഡ്രാഗൺ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരു പേരുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ വന്നൊരു കുങ്ഫു മൂവ് കാണിച്ചാൽ നമ്മൾ അവനോടല്ലെങ്കിൽ അവളോട് ചോദിക്കും, നീ ആരാ, അടുത്ത ബ്രൂസ്ലി ആണോ എന്ന്. ഈ ലോകത്തിൽ തന്നെ കുങ്ഫുവിൻ്റെ, മാർഷൽ ആർട്സിൻ്റെ ഒരു ബീക്കൺ ഓഫ് എക്സലൻസ് എന്ന് നമുക്ക് ബ്രൂസ്ലിയെ വിളിക്കാം. അത്രത്തോളം ഒരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. വെറും 3 സിനിമ കൊണ്ട് വിശ്വപ്രശസ്തിയും അതുപോലെ തന്നെ അജയ്യരായിട്ടുള്ള ഒരു ഫാൻ ബേസും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് വെറും 32-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ ലോകത്തിനോട് വിട പറയേണ്ടി വന്നത്. ഇന്ന് നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ്. എന്തെന്നാൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നൊരു മരണമാണ് അദ്ദേഹത്തിനുള്ളത്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. ജൂലൈ 10 ആ കരുദിനം. ബ്രൂസ്ലി തൻ്റെ ഏതൊരു സാധാരണ ദിവസവും തുടങ്ങുന്നത് പോലെ രാവിലെ എണീച്ച് റുട്ടീൻ പ്രാക്ടീസും വർക്കൗട്ടും കഴിഞ്ഞ് കുടുംബവുമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ സിനിമാപരമായിട്ടുള്ള തിരക്കുകളിലേക്ക് പോവുകയായിരുന്നു. ബ്രൂസ്ലിക്ക് ആ കാലഘട്ടത്തിൽ ഒരു ദുശീലമുണ്ടായിരുന്നു. ഹാഷ് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥം ചവയ്ക്കുമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തൻ്റെ കോൺഷ്യസ്നെസ്, അതായത് തൻ്റെ ഏകാഗ്രതയും തൻ്റെ ശ്രദ്ധയും തൻ്റെ അവയർനെസ്സും എല്ലാം ഷാർപ്പൻ ചെയ്യുവാനും അതുപോലെ തന്നെ തൻ്റെ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യുവാനുമൊക്കെ ഈ ഒരു ലഹരി പദാർത്ഥം സഹായിച്ചിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുറച്ച് നേരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ്, അതായത് മാരേജിന് പുറത്തുള്ള ഗേൾ ഫ്രണ്ടായ ബെറ്റി ടിങ് പോയുടെ വീട്ടിലേക്ക് പോവുകയും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ചും അദ്ദേഹം കുറച്ചുകൂടെ ഹാഷ് കഴിക്കുകയുണ്ടായി. ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ തൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള റെയ്മണ്ട് ചൗ അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് അവിടെ നടത്തുകയും ചെയ്തു. ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ പേര് ഗെയിം ഓഫ് ഡെത്ത് എന്നായിരുന്നു. ഈ റെയ്മണ്ട് ചോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ടൈമിൽ ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ബ്രൂസ്ലി ക്യാരക്ടറിലോട്ട് മാറിയത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിലുള്ള ഡയലോഗുകളെല്ലാം പെട്ടെന്ന് പറയുകയും ആ ഒരു കുങ്ഫു മൂവ്സ് എല്ലാം അവിടെ കാണിക്കുകയും എല്ലാം അദ്ദേഹം ചെയ്തു. അപ്പോൾ അത്രയും ഡെഡിക്കേഷനോടുകൂടി അദ്ദേഹം അതവിടെ പെർഫോം ചെയ്ത് കാണിച്ചതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു തലകറക്കവും ഇതേ തുടർന്ന് കടുത്ത തലവേദനയും ഉണ്ടായി. അപ്പോൾ സഹിക്കാൻ വയ്യാത്ത തലവേദന ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ്സായ ബെറ്റി അദ്ദേഹത്തിന് ഒരു ഗുളിക കൊണ്ട് കൊടുത്തു. അത് എക്വാജസിക് എന്ന് പറയുന്ന ഒരു പെയിൻ കില്ലർ കം സെഡേറ്റീവ് ഗുളികയായിരുന്നു. അപ്പോൾ ഗുളിക കഴിച്ചതിന് ശേഷം അതിന് സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഉറക്കം വന്ന് അദ്ദേഹം ബെറ്റിയുടെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങി. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും തൻ്റെ ഉറക്കത്തിൽ നിന്ന് ബ്രൂസ്ലി ഉണരാത്തതിനെ തുടർന്ന് റെയ്മണ്ട് ചൗ ബ്രൂസ്ലിയുടെ പേഴ്സണൽ ഡോക്ടറിനെ അവിടെ വിളിച്ചു വരുത്തുകയായിരുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ബ്രൂസ്ലിയെ റിവൈവ് ചെയ്യാൻ. എന്നിട്ടും യാതൊരുവിധ അനക്കവുമില്ലാത്തതിനെ തുടർന്ന് ബ്രൂസ്ലി അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഈ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ലൊക്കേഷനിൽ നിന്ന് വെറും 1/2 മൈൽ ദൂരം മാത്രമാണ്. എന്നിട്ട് ഈ ഡോക്ടർ ബ്രൂസ്ലിയെ കൊണ്ടുപോയത് 27 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലല്ല. കാരണം എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് ഈ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് ആവരുത് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായി. ക്രൂരമായിട്ടുള്ള ചിന്ത എന്ന് തന്നെ പറയണം. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ടെസ്റ്റും അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾക്ക് ശേഷം ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പാർട്ട്മെൻറ്റിൽ വെച്ചുള്ള ഉറക്കത്തിൽ തന്നെ ബ്രൂസ്ലി ഈ ലോകത്തിനോട് വിട പറഞ്ഞു എന്ന് തന്നെയായിരുന്നു. ഡോക്ടേഴ്സിന് മരണകാരണം എന്താണ് എന്നറിയത്തില്ല. റെയ്മണ്ട് ചോവും ബെറ്റിയും അതുപോലെ ഡോക്ടേഴ്സും ഒരുപാട് ഭയപ്പെട്ടു. കാരണം മരിച്ചത് ഒരു സാധാരണക്കാരനല്ല, ഒരുപാട് ആരാധകരുള്ള വിശ്വപ്രശസ്തനായ ഒരു സിനിമാ നടൻ, ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു കുങ്ഫു ആചാര്യൻ, ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാൾ. അങ്ങനെ ഒരാൾ മരിക്കണമെങ്കിൽ എന്താണ് മരണകാരണമെന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള തീരുമാനത്തോടു കൂടി അവർ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ബ്രൂസ്ലിയുടെ ബ്രെയിൻ 13% വികസിച്ചിരുന്നു. അങ്ങനെ അവർ നോട്ട് ചെയ്തു കോസ് ഓഫ് ഡെത്ത് സെറീബ്രൽ ഇഡീമ. സെറീബ്രൽ ഇഡീമ എന്ന ബ്രെയിൻ കണ്ടീഷനെ തുടർന്ന് ബ്രൂസ്ലി മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഒരുപാട് കോളിളക്കങ്ങളാണ് ഈ ഒരു ആരാധകർക്കിടയിലും പബ്ലിക്കിനിടയിലും എല്ലാം സൃഷ്ടിച്ചത്. കാരണം ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളിലേക്ക് വെച്ച് ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളായിരുന്നു ബ്രൂസ്ലി. അദ്ദേഹത്തിനൊരു വാതിലൊക്കെ നിഷ്പ്രയാസമായിട്ട് ഇടിച്ചു പൊളിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത്രയും ഫിറ്റായിട്ടുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ സെറീബ്രൽ ഇഡീമ ഉണ്ടാകും എന്നുള്ളതായി അവരുടെ ചോദ്യം. ഇതിന് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. ഇതിനെ തുടർന്ന് ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്.
ഒരുപാട് കോൺസ്പിറസി തിയറികൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലേക്കും നമുക്കൊന്ന് എത്തിച്ച് നോക്കാം. ഒരു ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇദ്ദേഹം കഴിച്ച മരുന്ന് എക്വാജസിക്കിൽ ആസ്പിരിൻ എന്നൊരു കണ്ടൻറ് ഉണ്ടായിരുന്നു. ഈ ആസ്പിരിനിൽ ബ്രൂസ്ലിക്ക് ഭയങ്കര ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബ്രൂസ്ലിയെ പോലെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് തൻ്റെ ജീവിതത്തിൽ ഒന്നിലേറെ തവണ ഈ ഒരു ആസ്പിരിൻ എന്ന പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഒരു സൈഡ് എഫക്റ്റ് എങ്ങനെ ഇപ്പോൾ ഉണ്ടായി എന്നായി ചോദ്യം. അങ്ങനെ അത് തള്ളിക്കളയുകയായിരുന്നു. അടുത്തത് വിരൽ ചൂണ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഹാഷ് കഴിക്കുന്ന ദുശീലത്തിലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫിസിഷ്യൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് ഒരു ടീ കപ്പിൻ്റെ സൈസിൽ ഹാഷ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നത് മാത്രമല്ല, ബ്രൂസ്ലിയുടെ ദേഹത്ത് ഫാറ്റ് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രഗ്സിന് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ബോഡിയാണ് അദ്ദേഹത്തിൻ്റേത്. എന്നിരുന്നാൽ കൂടി ഇത് തള്ളിക്കളയുവാനായി തീരുമാനിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് നേപ്പാളിൽ ഒരു കൂട്ടം ആളുകൾ ഹാഷ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതിനെ തുടർന്ന് സെറിബ്രൽ എഡീമ വന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അന്നത്തെ ദിവസം ബ്രൂസ്ലി 1, 2, 3 തവണയിലേറെ ഹാഷ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെറ്റിയിലേക്കും ആളുകൾ വിരൽ ചൂണ്ടിയായിരുന്നു. ആർക്കോ വേണ്ടി ബെറ്റിയാണ് ബ്രൂസ്ലിയെ കൊന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റെയ്മൻ ചൗ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. കാരണം റെയ്മൻ ചൗ മരണത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ബെറ്റിയുടെ റൂമിൽ കിടന്നാണ് മരിച്ചത് എന്ന് പറയുന്നതിന് പകരം ബ്രൂസ്ലിയുടെ വീട്ടിൽ വെച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് ഒരു തരത്തിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ തൻ്റെ സുഹൃത്തും തൻ്റെ ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ളൊരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ ഇമേജ് നശിക്കാതിരിക്കുവാനായിട്ട് അദ്ദേഹം ചെയ്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കൺസ്പിറസി തിയറികൾ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചൈനീസ് മാർഷൽ ആർട്സ് മറ്റുള്ള ലോകത്തിലോട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ചൈനീസ് ഗാങ്സ്റ്റേഴ്സാണ് ഇദ്ദേഹത്തിനെ കൊന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ശാപമാണ് എന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകൻ ബ്രാൻഡൻ ലീ മരിച്ചത് തൻ്റെ 28ാം വയസ്സിൽ ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ്. ആ മരണമെന്ന് പറയുമ്പോൾ തികച്ചും യാദൃച്ഛികമായിട്ടുള്ളൊരു മരണമായിരുന്നു. നിങ്ങളൊന്ന് കേൾക്കണം. ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗൺ ഫയർ കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ആ സമയത്ത് ഗണ്ണിൽ ലോഡ് ചെയ്തിരുന്നത് ബ്ലാങ്ക് ബുള്ളറ്റ്സിന് പകരം ഒറിജിനൽ ബുള്ളറ്റ്സ് ആയിരുന്നു. അത് ആ സമയത്ത് എന്തോ തിരക്കിൻ്റെ പുറത്ത് ആളുകൾ മറന്നുപോയതാണ്. അപ്പോൾ ബ്രൂസ്ലിയുടെ മകനും 28ാം വയസ്സിൽ മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് കുടുംബത്തിലുള്ള എന്തോ ശാപമാണ് എന്ന ആളുകൾ പറയുന്നുണ്ട്. എനിക്കതിൽ വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അധികം ആളുകൾക്ക് അറിയാത്തതുമായിട്ടുള്ളൊരു കാരണവും കൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രൂസ്ലി തൻ്റെ മരണത്തിന് 10 ആഴ്ചകൾക്ക് മുൻപ് തൻ്റെ ആം പിറ്റ്സ്, അതായത് കക്ഷത്തിൽ നിന്ന് സ്വെറ്റ് ഗ്ലാൻഡുകൾ, വിയർപ്പ് സെക്രീറ്റ് ചെയ്യുന്ന സ്വെറ്റ് ഗ്ലാൻഡുകൾ റിമൂവ് ചെയ്യുവാനായിട്ടുള്ളൊരു സർജറി നടത്തിയായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ മിക്കതും ഫൈറ്റ് സീക്വൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ സമയത്ത് വിയർപ്പുള്ള കക്ഷം അതൊരു ഡിസ്ഗ്രേസ് ആണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ സ്വെറ്റ് ഗ്ലാൻഡ് തന്നെ അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതേ തുടർന്നുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് എഫക്റ്റീവായിട്ട് ഹീറ്റ് എക്സ്പെൽ ആവത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കാരണം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ എൻഡർ ദ ഡ്രാഗൺ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ റീ റെക്കോർഡിംഗ് നടന്ന സ്റ്റുഡിയോ ഒരു ചെറിയ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ട്രാക്ക് നശിച്ചു പോകാതിരിക്കാനായിട്ട് AC ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ 100% കൊടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് തീരുന്നതിന് മുൻപേ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീണ് അവിടെ കിടന്ന് അദ്ദേഹത്തിന് സീഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ തുടർന്ന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അദ്ദേഹം മരിച്ചു എന്നൊരവസ്ഥയിലെത്തിയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഹീറ്റ് സ്ട്രോക്ക് കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അതായത് ദേഹത്ത് നിന്ന് അത്യാവശ്യം ഹീറ്റ് പുറത്ത് പോകാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ തുടർന്ന് ബാക്കി എയർ കണ്ടീഷനും അത്യാവശ്യം ഫാനൊക്കെയുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രതിവർഷം ഒരു ആവറേജിൽ 3 ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്, അതായത് കോളേജ് ആൻഡ് സ്കൂൾ ടീമിലെ മിനിമം 3 ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സെങ്കിലും ഹീറ്റ് സ്ട്രോക്ക് കാരണം മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരിക്കുന്നവരുടെ ബോഡിയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അവരുടെ ബ്രെയിനിലും ഈ ഒരു സെറിബ്രൽ എഡീമ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു വാലിഡ് ആയിട്ടുള്ള റീസണാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു സം ഓഫ് ഈവൻസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ സ്വെറ്റ് ഗ്ലാൻഡ് ദേഹത്ത് നിന്ന് എടുത്തു കളഞ്ഞാൽ എഫക്റ്റീവായിട്ട് ഒരു കാരണവശാലും നമ്മുടെ ദേഹത്ത് നിന്ന് ഹീറ്റ് എക്സ്പെൽ ആവത്തില്ല. അപ്പോൾ അത്രയും ഹീറ്റ് ഇങ്ങനെ ദേഹത്ത് കെട്ടിക്കിടന്ന് അദ്ദേഹത്തിന് സെറിബ്രൽ എഡീമ പീരിയോഡിക്കലി സംഭവിച്ചതായിരിക്കാം. അതൊന്നും പോരാഞ്ഞിട്ട് ഈ ഒരു ഹാഷ് ചവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ദുശീലമേ ചെറി ഓൺ ടോപ്പ് എന്ന് പറയുന്ന കണക്ക് അതും ഒരു കാരണമായതായിരിക്കാം.
ബ്രൂസ് ലീ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. കാരണം തൻ്റെ 32-ാം വയസ്സിനുള്ളിൽ അദ്ദേഹം ഈ ലോകത്തിനുണ്ടാക്കിയ ഇമ്പാക്റ്റ് അത്രത്തോളം വലുതായിരുന്നു. ഇപ്പോഴും കുങ്ഫു പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയോട് നിനക്ക് ആരെപ്പോലെ ആകണമെന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയുന്നത് ഇപ്രകാരമായിരിക്കും: എനിക്ക് ബ്രൂസ് ലീ ലെവൽ പെർഫെക്ഷനിൽ എത്തണമെന്ന്. അത്രത്തോളം ഇമ്പാക്റ്റാണ് അദ്ദേഹത്തിന് മാർഷൽ ആർട്സ് ലോകത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് തന്നെ. ഇതിനേറെ പറയണം, അദ്ദേഹം ഒരു മാർഷൽ ആർട്സ് ഫോം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുകയായിരുന്നു. ജീത് കുണ്ടോ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ഫോം അദ്ദേഹം ഉണ്ടാക്കുകയായിരുന്നു. ഈ ജീത് കുണ്ടോ എന്ന് പറയുന്നത് ഈ റെസ്ലിംഗ്, സ്ട്രെയിറ്റ് ഫൈറ്റിംഗ്, ഫെൻസിങ്, കുങ്ഫു, കരാട്ടെ, അങ്ങനെ ഒരുപാട് മാർഷൽ ആർട്സിൻ്റെ ഒരു മിക്സായിരുന്നു. ആ ഒരു ഹൈബ്രിഡിൽ ഒരു ഫൈറ്റിംഗ് സ്റ്റൈല് തന്നെ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യപരമ്പരകളുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. വെസ്റ്റേൺ ഫിലിമും ഈസ്റ്റേൺ ഫിലിമും തമ്മിലൊരു ബ്രിഡ്ജിട്ട് കണക്ട് ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് ഫിലിംസിൽ, ഈ അമേരിക്കൻ ഫിലിംസിൽ ഏഷ്യൻസിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയത് ബ്രൂസ് ലീ തന്നെയാണ്. അതുപോലെ തന്നെ അന്ന് അദ്ദേഹം റീറെക്കോർഡ് ചെയ്ത എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമ ഈ ലോകത്തിലെ തന്നെ ഒരു മികച്ച മാർഷൽ ആർട്സ് ഫിലിമായി മാറുകയായിരുന്നു. ഇപ്പോഴും മാർഷൽ ആർട്സ് ഫിലിമുകളുടെ ഒരു റാങ്ക് എടുത്താൽ അതിൽ ടോപ്പിൽ തന്നെ കാണും എൻ്റർ ദ ഡ്രാഗൺ. പക്ഷേ ആ കാലഘട്ടത്തിലെ ഏറ്റവും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഉണ്ടാക്കിയ എൻ്റർ ദ ഡ്രാഗൺ എന്ന താൻ അഭിനയിച്ച സിനിമ, താൻ അധ്വാനിച്ച സിനിമ, താൻ കഷ്ടപ്പെട്ട സിനിമ ഒരു വൻ സക്സസ്സായി മാറുന്നത് കാണാൻ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമായിരുന്നു ആ സിനിമ പുറത്തിറക്കുവാനായിട്ട് അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെ മിക്ക ആളുകളും വിരൽ ചൂണ്ടിയ ഒരു പേരുണ്ട്: ബ്രൂസ് ലീയുടെ മിസ്ട്രസ് ആയിട്ടുള്ള ബെറ്റി. ബെറ്റി പറയുന്നത് ഇപ്രകാരമാണ്: അവർക്ക് ബ്രൂസ് ലീയുമായിട്ട് വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണുള്ളത് എന്ന്. അപ്പോൾ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുടെ സിനിമ, അല്ലെങ്കിൽ അയാളുടെ ജീവചരിത്രം, അല്ലെങ്കിൽ അയാൾ മരിക്കുന്ന സിനിമയിൽ എങ്ങനെ ഒരാൾക്ക് അഭിനയിക്കാൻ സാധിക്കും? ബ്രൂസ് ലീയുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സിനിമയിൽ ബെറ്റി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ബെറ്റിയുടെ കൈ ശരിക്കും കറ പുരണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കുക. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ സജഷൻ പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഞാനതിവിടെ പറയാൻ കാരണം, നിങ്ങൾക്ക് ഞാൻ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും എൻ്റെ കൂടെ കമൻറ്റ് ബോക്സിലോ കമ്മ്യൂണിറ്റി ടാബിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയോ എന്നെ അറിയിക്കുക. എന്നാൽ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത തവണ കാണുന്നത് വരെ